മോമിനീങ്ങളെ, ഒരു ഹദീസ് നോക്കൂ നിങ്ങൾ. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുണ്ട്. അതായത് ജാഹിലിയ കാലഘട്ടത്തിലുള്ള പേര് കേട്ട ഒരു വ്യക്തിത്വമായിരുന്നു റബീഅത്ത് ഇബ്നു അബ്ബാദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പിന്നീട് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഈ സംഭവം അദ്ദേഹം പറയുന്ന അന്ന് കാഴ്ച കാണുന്ന അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. അദ്ദേഹം പറയാണ്, ഞാനൊരുക്ക മക്കയിലെ ദുൽ മജാസി എന്ന് പറഞ്ഞൊരു സൂക്ക്, ഒരു ചന്ത ഉണ്ട് മക്കയിൽ. ഞാൻ ആ ചന്തയിലേക്ക് പോയി. ഞാൻ ആ ചന്തയിൽ പോയിരുന്നപ്പോ കാണുന്ന കാഴ്ച എന്താ? ഒരു ചെറുപ്പക്കാരൻ, വളരെ കാണാൻ സുന്ദരനായ ഒരു മനുഷ്യൻ ഇങ്ങനെ ആ ചന്തയിലേക്ക് വരുന്നുണ്ട്. ആളുകൾ, 4 ആളുകൾ കൂടി നിൽക്കുന്നത് കണ്ട അവിടേക്ക് ആ ചെറുപ്പക്കാരൻ വരും. കച്ചവട പീടികളിലേക്ക് ആ ചെറുപ്പക്കാരൻ കയറി വരും. കാണുന്നവരൊക്കെ വിളിച്ചിട്ട് അങ്ങനെ അദ്ദേഹം ഉപദേശിക്കണം. അദ്ദേഹം പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തഫ്ലഹു. ആളുകൾ, നിങ്ങളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണട്ടോ, ഏകനായ അള്ളാഹുവിൽ നിങ്ങൾ വിശ്വസിക്കണട്ടോ, ഞങ്ങളൊക്കെ വിജയികളാകട്ടോ എന്നിങ്ങനെ കാണുന്ന ആളുകളൊക്കെ വിളിച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ വഴന്നു പറഞ്ഞു കൊടുക്കുകയാണ്, ഉപദേശിച്ചു കൊടുക്കുകയാണ് മക്കയ്ക്ക് അടുത്തുള്ള ഒരു ചന്തയിൽ. ആ ചെറുപ്പക്കാരൻ അങ്ങനെ ആളുകളെ കാണുന്ന ഭാഗത്തേക്ക് നീങ്ങുമ്പോ നല്ല വൃദ്ധനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ പിറകിൽ വരികയാണ്. ഈ വൃദ്ധനായ മനുഷ്യൻ ചെയ്യുന്നത് എന്തെന്നറിയുമോ? അയാളുടെ കയ്യിൽ കിട്ടിയ വസ്തു കൊണ്ട് മുഴുവനും ഈ ചെറുപ്പക്കാരനെ എറിയുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന ഈ ചെറുപ്പക്കാരൻ ആ വൃദ്ധൻ പിറകെ വന്ന് എറിയുകയാണ്. എറിയുന്നുണ്ട് എന്ന് മാത്രമല്ല, ഈ ചെറുപ്പക്കാരൻ വഴന്ന് പറഞ്ഞ ആളുകളുടെ സമീപത്ത് മുഴുവനും പോയിട്ട് ആ വൃദ്ധനെ വിളിച്ചു പറയുകയാണ്, അയ്യുഹന്നാസ് ലാ തുസദ്ദിഖൂ. ഓ ജനങ്ങളെ, ആ മനുഷ്യൻ പറയുന്നത് നിങ്ങൾ വാസ്തവമാക്കരുത് കേട്ടോ, അയാൾ പറയുന്നത് നിങ്ങൾ അംഗീകരിക്കരുത് കേട്ടോ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയരുത് കേട്ടോ. ഫഇന്നഹു കദ്ദാബ്. കാരണം ആ ചെറുപ്പക്കാരൻ വലിയ കള്ളനും കളവ് പറയുന്നവനുമാണ്. ഒരു വൃദ്ധൻ ബേക്കിൽ വന്നിട്ട് ഇങ്ങനെ പറയണ്, ആ ചെറുപ്പക്കാരൻ അറിയുകയും ചെയ്യണം. ബഹുമാനപ്പെട്ട റബീഅത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് വലിയ ആശ്ചര്യമായി. ഞാൻ മക്കക്കാരനല്ല, ഞാനൊരു ആവശ്യത്തിന് വേണ്ടി മക്കയിലേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ്. ഞാൻ നാട്ടുകാരോട് ചോദിച്ചു, ഏതാണ് ആ ചെറുപ്പക്കാരൻ, ഏതാണ് ആ വൃദ്ധൻ എന്ന് പറഞ്ഞു തരുമോ? നാട്ടുകാരനോട് പറഞ്ഞു, ആ ചെറുപ്പക്കാരൻ ഹാദാ യസമു അന്നഹു നബിയ്യുൻ. ഞങ്ങളെ നാട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മുഹമ്മദ് എന്ന ചെറുപ്പക്കാരനാണ്, അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും ഏകമതത്തിലേക്ക് ക്ഷണിക്കുകയാണ്. എന്നാൽ പിറകെ വന്നതോ അതാ ചെറുപ്പക്കാരന്റെ എളാപ്പയാണ്, പേര് അബൂലഹബ് എന്നാണ്. ആ വൃദ്ധനായ മനുഷ്യനാളുകളോട് പറയുന്നത്, എന്റെ സഹോദരപുത്രൻ വലിയ കള്ളനും പറയുന്നവനെന്നാണ്. അല്ലാഹു റസൂലിന്റെ എളാപ്പയായ അബൂലഹബിനെ പറ്റിയാണ് ഈ പറയുന്നത്. റൂഹുൽ മആനിയിലും ഈ സംഭവം കാണാം. ഞാനിത് പറയുന്നത് എന്തിനാണെന്നറിയുമോ? പ്രവാചകന്മാരെക്കാളേറെ പ്രയാസങ്ങൾ സഹിച്ച ഒരു മനുഷ്യനും ഭൂമിയിൽ കഴിഞ്ഞു പോയിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ തന്നെ പറഞ്ഞതാണ്, ഇന്ന അശദ്ദന്നാസി ബലാഅൻ അൽ-അംബിയാഉ ഫല്ലംസലു ഫല്ലംസൽ. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രയാസങ്ങൾ നേരിടുന്നത് പ്രവാചകന്മാരാണ്. അബൂലഹബിന്റെ ഭാര്യയും അങ്ങനെ തന്നെയായിരുന്നു, ഉമ്മു ജമീല്. അള്ളാഹുവിന്റെ റസൂലിനോട് ഭയങ്കര വെറുപ്പായിരുന്നു. ഓള് തലയിൽ മുള്ളുകെട്ട് ചുമന്നുകൊണ്ട് അബൂലഹബിന്റെ പെണ്ണുങ്ങൾ, റസൂലുള്ളാഹിന്റെ എളാപ്പാന്റെ മൂത്താപ്പന്റെ പെണ്ണുങ്ങളാണ്. അവര് നൽകേണ്ടവരാണ്, സംരക്ഷണം നൽകേണ്ട വീട്ടുകാരാണ്. പക്ഷേ മറ്റുള്ളവരെക്കാളേറെ വലിയ ശത്രുത ഉണ്ടായത് ഇവരിൽ നിന്നാണ്. അവള് വിറക് കെട്ട്, വലിയ മുള്ളുകെട്ട് ചുമന്നുകൊണ്ടുവന്ന് അള്ളാഹുവിന്റെ റസൂൽ നടന്നു പോണ വഴിയിൽ അതങ്ങനെ വിതറുമായിരുന്നു. ഈ ഉമ്മു ജമീൽ വലിയ ഒരു മാലയുണ്ടായിരുന്നത്രേ. ആ മാല കൊണ്ട് അവൾ മക്കക്കാരുടെ മുമ്പിൽ അഭിമാനം നടിക്കാറുണ്ടായിരുന്നു. അത്രയും വലിയൊരു മാല അവൾക്കുണ്ടായിരുന്നു. ലാത്തയെയും ഉസ്സയെയും സത്യം ചെയ്ത് അവൾ പറയുമായിരുന്നത്രേ, മുഹമ്മദിനെ നശിപ്പിക്കാൻ ഈ മാല തന്നെ വിറ്റ് ചെലവഴിക്കാനും ഞാൻ ഒരുക്കമാണെന്ന് അവൾ പറയാറുണ്ടായിരുന്നു. അതിലാണ് ഓലെ രണ്ടാളെ ആക്ഷേപിച്ചു. ഓല് രണ്ടാൾ, അബൂലഹബും പെണ്ണുങ്ങളും ജീവിച്ചിരിക്കണ കാലത്ത് തന്നെ ഓല് രണ്ടാളും നരകത്തിലാണ് അറിഞ്ഞ ഖുർആനിലെ സൂറത്താണ്. ഓല് ജീവിച്ചിരിക്കണ കാലാണത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
تبت يدا أبي لهب وتب ما أغنى عنه ماله وما كسب سيصلى نارا ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد. അല്ലാഹു പറഞ്ഞു, അബൂലഹബിന്റെ 2 കരങ്ങളും നശിച്ചു പോകട്ടെ. അല്ല, അബൂലഹബ് നശിച്ചിരിക്കുകയാണ്. അവന്റെ മക്കൾക്കും സമ്പാദ്യങ്ങൾക്കൊന്നും യജമാനനായ അള്ളാഹുവിന്റെ ശിക്ഷയെ തൊട്ട് കാവലേകാൻ കഴിയുകയില്ല. ആളിപ്പടരുന്ന നരകത്തിൽ തീർച്ചയായും അവർ പ്രവേശിക്കുക തന്നെ ചെയ്യുന്നതാണ്. അവന് മാത്രമല്ല, അവന്റെ ഭാര്യയും നരകത്തിലാണ്. ആ വിറക് കെട്ട് ചുമക്കുന്ന പെണ്ണില്ലേ, നമീമത്തുമായി നടക്കുന്ന പെണ്ണില്ലേ, മുത്തുനബി തങ്ങൾ നടക്കുന്ന വഴിയിലൂടെ വിറകുകളും മുള്ളുകളും വലിച്ചെറിയുന്ന പെണ്ണില്ലേ, അവളും നരകത്തിൽ വരുന്നതാണ്. നരകത്തിൽ വരുമ്പോ ഈന്തപ്പന നാര് കൊണ്ടുണ്ടാക്കിയ ഒരു വടവും ഒരു മാലയും കഴുത്തിൽ ചുറ്റിയാണ് വരിക എന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ പിന്നെ ദേശം പൊട്ടിച്ചാ കിട്ടാതായി. എങ്ങനെങ്കിലും അള്ളാഹുവിന്റെ റസൂലിനെ കൊല്ലണം എന്നായി. പിന്നെ നോക്കൂ, നിങ്ങൾ തഫ്സീറുകളിൽ കാണാം, ഈ സൂറത്ത് ഇറങ്ങിയ അബൂലഹബിന്റെ ഭാര്യ ഉമ്മു ജമീൽ കയ്യിലൊരു വലിയ പാറയും പിടിച്ച് മുത്തുനബി തങ്ങളെ തേടി വന്നു കൊല്ലാൻ. അള്ളാഹുവിന്റെ റസൂൽ മസ്ജിദുൽ ഹറാമിൽ ഇരിക്കുകയാണ്, സിദ്ദീഖ് റളിയല്ലാഹു അടുത്തുണ്ട്. അപ്പോഴാണ് ഓളിങ്ങനെ ആ പാറക്കല്ലും പിടിച്ച് വരുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു ഇത് കണ്ടു. സിദ്ദീഖ് റളിയല്ലാഹു പേടിയായി. സിദ്ദീഖ് റളിയല്ലാഹു, നബിയെ ഓള് വരുന്നുട്ടോ, കയ്യിലൊരു പാറയുണ്ട് കേട്ടോ. തങ്ങൾ പറഞ്ഞു, അബൂബക്കറെ നിങ്ങള് സമാധാനായിട്ടിരിക്കേ, ഇന്നഹാലൻ തറാനീ, അല്ലാഹു ആണ്, അവൾക്ക് എന്നെ കാണാൻ കഴിയുകയില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലാണ് വന്നത്. നോക്കാണ് നിങ്ങൾ, ഓക്ക് സിദ്ദീഖ് തങ്ങളെ കാണുള്ളൂ, നബി തങ്ങളെ കാണില്ല. അബൂബക്കർ റളിയല്ലാഹുവിന്റെ മുമ്പിൽ വന്നിട്ട് ഓളങ്ങട്ട് ഓളെ ശബ്ദമായിട്ട് പറഞ്ഞു, യാ അബൂബക്കർ അയ്ന സ്വാഹിബുക്, എവിടെ അബൂബക്കർ എന്റെ തുണക്കാരൻ ചോദിച്ചു. അടുത്തിരിക്കുന്നുണ്ട്. അല്ലാഹു കാഴ്ചയെ മറിച്ചു. അവള് പറഞ്ഞു, വല്ലാഹി ലൗ വജത്തു, നിന്റെ കൂട്ടുകാരൻ മുഹമ്മദിനെ ഞാൻ എത്തിച്ചാൽ ഈ പാറ കൊണ്ട് ഞാൻ അവന്റെ തല അടിച്ചവനെ കൊല്ലുന്നത്. എന്തെല്ലാം പ്രയാസം. അങ്ങനെയാണ് മക്കയിൽ നിന്ന് ആളുകൾ കൊല്ലാനൊരുങ്ങിയപ്പോഴാണ് ത്വായിഫിലേക്ക് പോയത്. ത്വായിഫുകാർ തന്നെ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. ത്വായിഫിലെത്തിയപ്പോഴോ അവർ മക്കക്കാരെക്കാളും കഠിനമായിട്ടാണ് സ്വീകരിച്ചത്. മുത്തുനബി തങ്ങളെ പാറക്കല്ലുകളെ കൊണ്ട് അവർ എറിയാൻ തുടങ്ങി, കാല് നോക്കി എറിയാൻ തുടങ്ങി. മടമ്പ് പൊട്ടി, കാല് പൊട്ടി, ആകെ രക്തമൊഴുകാൻ തുടങ്ങി. നടക്കാൻ കഴിയുന്നില്ല, അസഹ്യമായ വേദനയാണ്. ആ സമയത്താണ് ഒരു മരത്തിന്റെ ചുവട്ടിൽ വന്നിരുന്നത്. ആ സമയത്ത് നസൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നബിയേ, നിങ്ങളൊന്ന് സമ്മതം തന്നാൽ ഈ പർവ്വതം ഞാൻ ത്വായിഫുകാരുടെ മേൽ മറിച്ചിടാം. അവിടുന്ന് പറഞ്ഞു, പറ്റൂല. അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. അല്ലാഹു എന്റെ ജനത അവർക്ക് പുറത്തു കൊടുക്കണേ, ഒരു അറിവില്ലാത്തവരാണെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ. മുഅ്മിനീങ്ങളെ, ലോക ചരിത്രത്തിലെ എല്ലാ പ്രവാചകന്മാരും ഇങ്ങനെയാണ്. ഇബ്രാഹിം നബിയെ തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടില്ലേ? മൂസാ നബി അലൈഹി ഇസ്ലാമിനെ ഫിറഔന് വല്ലാതെ വേട്ടയാടിയില്ലേ? യഹ്യാ നബി അലൈഹി ഇസ്ലാമിനെ അന്നത്തെ രാജാവ് കൊന്നുകളഞ്ഞില്ലേ? സക്കരിയ നബി അലൈഹി ഇസ്ലാമിന്റെ പിറകെ ആളുകൾ കൂടി. സക്കരിയ നബി അലൈഹി ഇസ്ലാം ആളുകൾ കൊല്ലാൻ വേണ്ടി വരുന്നത് കണ്ടപ്പോ ഒരു മരം സക്കരിയ നബിക്ക് അഭയം തേടി നൽകുകയാണ്. പ്രവാചകനെ കണ്ടപ്പോ ആ മരം പറഞ്ഞു, നബിയെ എന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചോളൂ. ആ മരത്തിന്റെ ഉള്ളിലേക്ക് കയറിയുന്ന സക്കരിയ നബിയെ ഇബ്ലീസ് ആളുകൾ കാണിച്ചു കൊടുത്തു. മരം മുറിക്കുന്ന വാള് കൊണ്ടുവന്ന് സക്കരിയ നബിയെയും ചേർത്തവരാ മരമങ്ങ് മുറിച്ചു കളയുകയാണ്. ആഖിറത്തിൽ വരുമ്പോ ഇവരെക്കാളും ശ്രേഷ്ഠരായ മറ്റൊരാളെയും അല്ലാഹു സംവിധാനിച്ചിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് ബദറിന്റെ രാത്രിയാണ്. പരിശുദ്ധ റമദാൻ 17ാമത്തെ രാത്രിയല്ലേ? ഇന്നൊരാള് തറാവീഹ് നിസ്കരിക്കുമ്പോ ആ മനുഷ്യൻ അല്ലാഹു നൽകുന്ന സമ്മാനം എന്തെന്നറിയുമോ? ലോകത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാർക്ക് നൽകപ്പെടുന്ന പ്രതിഫലമുണ്ടല്ലോ, അതിൽ നിന്നൊരു ചെറിയ
കിട്ടിയ വിഹിതം ഇന്നത്തെ തറാവീഹുകാർക്ക് നൽകപ്പെടുകയാണ്. അല്ലാ അല്ലാ, സാധുക്കളായ ഞങ്ങൾക്ക് ആ പ്രതിഫലം നൽകണേ അല്ലാ. ഞങ്ങളെ നിസ്കാരം അതിന് കാരണമായി സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ നിസ്കാരത്തിൽ വന്ന കുറവുകളൊക്കെ നീ പരിഹരിക്കണേ അല്ലാ. കുഞ്ഞു മസല ഒറ്റ വാക്കിൽ പറയണം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹു. ഇന്നലെ ഖുനൂത്ത് അബാദു സുന്നത്തുമായി ബന്ധപ്പെട്ട ഒരു മസല നമ്മൾ പറഞ്ഞു. ഇമാമ് ഖുനൂത്ത് തഹിയ്യാത്ത് ഒഴിവാക്കി എന്താ കാട്ടേണ്ടത് എന്ന് പറഞ്ഞു. ഇനി വേറെ മസല. അപ്പൊ ഇമാമാകട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഒറ്റക്ക് നിസ്കരിക്കാന്ന് വെച്ചോളി. നമ്മൾ ഒറ്റക്ക് സുബഹി നിസ്കരിച്ചു, ഖുനൂത്ത് മറന്നു. സ്വാഭാവികമായിട്ടും നമുക്ക് ആ നഷ്ടപ്പെട്ട ഖുനൂത്തിനെ തിരിച്ചെടുക്കാൻ എന്ത് മാർഗമുണ്ട്? സഹ്വിന്റെ സുജൂദ് ചെയ്താൽ മതിയല്ലോ. ആ മാർഗമുണ്ട്. സഹ്വിന്റെ സുജൂദൊക്കെ ചെയ്യണമെന്നും നമ്മൾ കരുതി. അത്തയ്യാത്തന് കഴിഞ്ഞേക്ക് നമ്മൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞു. മനഃപൂർവ്വം പറഞ്ഞതല്ല, മറന്നു കണ്ടാണ് എന്തായി ചെയ്തു, സലാം വീട്ടി. സലാം വീട്ടിയ ഓർമ്മ റബ്ബേ ഖുനൂത്ത് ഓതിയില്ല, ഞാൻ സഹ്വിന്റെ സുജൂദ് ചെയ്യണമെന്ന് കരുതുന്നു, അതും എന്തായില്ല, മറന്നു കണ്ട് സലാം വീട്ടിയത്. അങ്ങനെ അവസ്ഥ ഉണ്ടായാൽ അയാൾക്ക് ബേജാറാകാനില്ല. ആ സഹ്വിന്റെ സുജൂദ് തിരിച്ചെടുക്കാൻ മാർഗമുണ്ട്. അതിനെന്താകണം നരങ്ങൾ? സലാം വീട്ടിയത് മറന്നുകൊണ്ടാണ്. മനഃപൂർവ്വം സലാം വീട്ടിയ അവസരം പോയിട്ട് ആ സുന്നത്ത് നഷ്ടപ്പെട്ടു പോയി. മറന്നുകൊണ്ടാണ് സലാം വീട്ടിയത്. സലാം വീട്ടി സമയമൊന്നും വൈകിയിട്ടില്ല, അപ്പൊ തന്നെ നമുക്ക് ഓർമ്മ വന്നിക്കണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? നരങ്ങൾ ആ ഇരിക്കണ ഇരുത്തത്തിൽ തന്നെ ഞാൻ സഹ്വിന്റെ സുജൂദ് ചെയ്യാണെന്ന് മനസ്സിലെടുത്തിട്ട് അല്ലാഹു അക്ബർ എന്ന് നേരെ എടുക്കണം പോയാൽ മതി. സുജൂദ് പോയാൽ മതി. ആ പോകലോടുകൂടി നമ്മൾ സഹ്വിന്റെ സുജൂദിലേക്കും നിസ്കാരത്തിലേക്കും മടങ്ങി വന്നവനായി മാറും. നമ്മളെ രണ്ട് സഹ്വിന്റെ സുജൂദ് ചെയ്യാം. എന്നിട്ട് എന്താകണം? രണ്ട് സഹ്വിന്റെ സുജൂദ് കഴിഞ്ഞിട്ട് സലാം വീട്ടണം. കാരണം നമ്മൾ എവിടേക്ക് മടങ്ങിയിട്ടുണ്ട്? ഇപ്പോ നിസ്കാരത്തേക്ക് മടങ്ങി. ഇപ്പൊ നമ്മളെ നിസ്കാരക്കാരനാണ്. ഇനി എന്താകണം? സലാം. പറഞ്ഞ മസല മനസ്സിലായിട്ടില്ലേ? ഇത് പലപ്പോഴും സംഭവിക്കുന്നതാണ്. പലപ്പോഴും നമുക്കൊക്കെ ഉണ്ടാവും അങ്ങനെ മറയു പറ്റും, സുജൂദ് ചെയ്യണം കരുതും, അതും മറന്ന് സലാം വിട്ടും. അങ്ങനെ സ്വാഭാവികമായിട്ട് അറിവില്ലാത്ത എന്താ ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പൊ ഏതാണെങ്കിലും അത് എന്തായി പോയി. ഇപ്പൊ വേറെ മാർഗം സലാം വീട്ടിയാലോ, അങ്ങനെ കരുതണ്ട. അപ്പൊ തന്നെ ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ നേരെ സഹ്വിന്റെ സുജൂദ് ചെയ്യാണെന്ന് കരുതി കണ്ട് അല്ലാഹു അക്ബർ സുജൂദ് പോയാൽ മതി. അപ്പോഴോടുകൂടി നിസ്കാരത്തിലേക്ക് മടങ്ങി വരാവും, സഹ്വിന്റെ സുജൂദ് ചെയ്യാം, ആ നഷ്ടപ്പെട്ട ഖുനൂത്തിന്റെ കൂലി തിരിച്ചെടുക്കാൻ പറ്റും. പക്ഷെ പിന്നീട് സലാം വീട്ടണം എന്ന് മാത്രം. അള്ളാഹു തആല ഒക്കെ പഠിച്ചു ചെയ്യാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു ഞങ്ങളെ നിസ്കാരം ഇബാദത്തുകളൊക്കെ നീ ഖബൂലാക്കണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അള്ളാഹു ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ഖൈറായ മുറാദുകളൊക്കെ നീ ഹാസിലാക്കണേ. തറാവീഹിന് വരുന്നവർക്ക്, ആവശ്യമുള്ളവർക്ക് വെള്ളം കൊടുക്കുന്ന സഹോദരൻ റബ്ബേ, സ്വർഗീയ ഭക്ഷണങ്ങളും പാനീയങ്ങളൊക്കെ കഴിക്കാൻ